സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഇതിൽ നല്ലൊരു പേൾ ക്രീമാണ്, ഒരു ഓഫ് വൈറ്റും പേൾ ക്രീമും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരി, നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതായിരിക്കും സാരിയിൽ ആ ഒരു ലാവൻഡർ ആണ്, ലാവൻഡർ ടോണിലുള്ള ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിലും വരിക. അത് കൂടാതെ ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള ഒരു ക്രൂഷ്യോ ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരുന്നത് ബോർഡർ ആയിട്ട്. ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു ലുക്കിലായിരിക്കും, നമ്മളൊരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അത് കൂടാതെ ഇതിൽ ആ ഒരു പേൾ ക്രീമിൽ തന്നെ നല്ലൊരു പോയിന്റ് എംബ്രോയിഡറിയുടെ ആ ഒരു പാറ്റേണിൽ ഒരു ചെക്കേർഡ് പാറ്റേണുള്ള ത്രെഡ് വുവൺ സ്റ്റൈലിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫുൾ ത്രെഡ് വീവിലാണ്, ഒരു സ്ക്വയർ പാറ്റേണിലായിരിക്കും ബോഡിയിൽ. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇത് സെയിം ടോണിൽ തന്നെ ആ പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും ആ ഒരു വർക്ക് വരിക. അതിൽ ലാവൻഡറിലാണ് ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ബോഡി പല്ലു എല്ലാം ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു പ്ലീറ്റ്സ് വരുമ്പോഴാണ് ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു ബ്ലോക്ക് പാറ്റേണിൽ ആ ഒരു സ്ക്വയർ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കും ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. എൻറ്റയർ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ ദാറ്റ് പാറ്റേൺ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസസ് ആയിരിക്കും അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിൽ വരുമ്പം ഈ ഒരു സ്ക്വയർ പാറ്റേണുള്ള വർക്ക് ഉണ്ടല്ലോ, അതായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയുടെ ആ ഒരു പാറ്റേൺ നമുക്ക് ബാക്ക് പോർഷനിൽ സെൻട്രലായിട്ട് വരും. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ആ ഒരു കളർ പാലറ്റ് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ. അതേ ചെക്കേർഡ് പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു പോയിന്റ് എംബ്രോയിഡറിയുടെ ആ ഒരു പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട്. ഇതിൽ വരുമ്പം കോറൽ പീച്ചാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. കഴിഞ്ഞ സാരിക്ക് ലാവൻഡർ ആയിരുന്നു, ഇതിൽ വരുമ്പോൾ കോറൽ പീച്ച്, ക്രോഷ്യോ ലേസ് വർക്ക്, സോഫ്റ്റ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ഫുൾ സാരി എൻറ്റയർ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ. ബ്ലൗസിലും അതേ പാറ്റേൺ തന്നെയാണ്, അതേ ആ ചെക്കേർഡ് പാറ്റേൺ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. കൂടാതെ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സും വരുന്നുണ്ടാവും. സെന്റർ പോർഷൻ ആയിട്ട് വരുമ്പം ഈ ഒരു പാറ്റേണിൽ വരും. നെക്സ്റ്റ് ആ ഫ്ലോറൽ എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. സെയിം തന്നെ, വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ. ഇതായിരിക്കും ക്ലോസർ ഷോട്ട് വരും. ഫുൾ ബോഡി ചെക്ക് പാറ്റേൺ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി സോഫ്റ്റ് സെമി സിൽക്ക് തന്നെയാണ്. ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ഈ സാരി വരുന്നത് കട്ട് വർക്കിലാണ്. കട്ട് വർക്ക് ബോർഡർ ആയിരിക്കും സാരിക്ക് ലോവർ ബോർഡർ ആയിട്ട് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. സെൽഫ് ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി. ആ ഒരു ലോവർ ബോർഡർ വരുമ്പം ഇതാണ് 1 ലെയറിൽ സാരി. നല്ലൊരു പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്കും. അത് കഴിഞ്ഞ ഒരു സെറി വുവൺ സ്റ്റൈലിൽ ഒരു സിമ്പിൾ ബോർഡറും വരുന്നുണ്ട് സാരിക്ക്. ഇതാണ് ഫുൾ സാരിയുടെ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. ബോഡി ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ലോവർ ബോർഡർ കംപ്ലീറ്റ് കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും വരിക. നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. സ്ട്രൈപ്പിലെ ഒരു വുവൺ പാറ്റേണിൽ ഒരു ജൂട്ടിന്റെ എല്ലാം ആ ഒരു ടെക്സ്ചറിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. സെയിം അതേ പാറ്റേണിൽ തന്നെ ഫുൾ ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ കട്ട് വർക്കിൽ തന്നെ വന്നിരിക്കുന്നത്. ആ കട്ട് വർക്കിന്റെ പാറ്റേണും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ഇതിൽ വരുമ്പം ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇത് കട്ട് വർക്കിന്റെ സെക്കൻഡ് ഡിസൈൻ ആണ്. ഈ ഒരു പാറ്റേണിലാണ് കട്ട് വർക്ക് വരിക. വിത്ത് ആ ഒരു സെറി വുവൺ സ്റ്റൈലിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ. വളരെ ചെറിയ വേരിയേഷനേ ഉള്ളൂ കഴിഞ്ഞ സാരിയും ഈ സാരിയും തമ്മിൽ. ഷോർട്ട് പല്ലു, ആ ഒരു ജൂട്ട് സ്റ്റൈൽ ജൂട്ട് മെറ്റീരിയലിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ചെറിയൊരു മുന്താണിയാണ് വരുന്നത് സാരിക്ക്. ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്, ആ ഒരു ഡബിൾ ലൈൻ പാറ്റേണിലാണ് സാരിക്ക് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും കട്ട് വർക്കിന്റെ ആ ഒരു ത്രെഡിന്റെ കോമ്പിനേഷനും ഡിസൈനും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. ഇതൊരു ഐവറി ക്രീം തന്നെയാണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിൽ ബേസ് ടോണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. കട്ട് വർക്കിന്റെ പാറ്റേൺ ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു ജാൽ ഫ്ലോറൽ ഡിസൈനിലാണ് കട്ട് വർക്ക് വരുന്നത്. വീണ്ടും ഒരു ത്രെഡ് വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡറും വരുന്നുണ്ട് സാരിക്ക്. ഇതിൻ്റെയും പല്ലു വരുമ്പം ഷോർട്ട് മുന്താണി തന്നെ വരുന്നത് ലൈൻ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പല്ലു. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. റണ്ണിങ് ബ്ലൗസ് ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഫുൾ ത്രെഡ് വുവൺ സ്റ്റൈലാണ് വരുന്നത്. അതിലൊരു സ്മോൾ വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കിന്റെ മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. നല്ലൊരു പാർട്ടി വെയർ ലുക്കിൽ വരുന്നത് നല്ലൊരു എലഗൻ സാരിയാണ്. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ടെക്സ്ചർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ത്രെഡ് വീവിലാണ് ബോഡി വരുന്നത്. കംപ്ലീറ്റ് ത്രെഡ് വീവ് വന്നിട്ട് അതിലൊരു സർക്കുലർ മോട്ടീവ്സിൽ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കിന്റെ മോട്ടീവ്സും വരുന്നുണ്ട്.
ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ ബോഡി വരുന്നത്. ക്ലോസറിൽ കണ്ടോ, ഫുൾ ഓരോ ലൈനും വീവിലാണ് വന്നിരിക്കുന്നത്. അതിലാണ് ഈ ഒരു മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. നല്ലൊരു റിച്ച് ലുക്കാണ്, അതുകൊണ്ട് തന്നെ സാരിക്ക് നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഒരു ഗ്രാൻഡ് ലുക്കായിരിക്കും. ആ ഒരു ബാവഞ്ചി സ്റ്റൈലിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. മുന്താണി ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വീവിൽ വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ, ഗോൾഡൻ സെറി വുവൻ സ്റ്റൈലിൽ തന്നെയുള്ള സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് റണ്ണിങ് ബ്ലൗസ്. മുന്താണി ബ്ലൗസ് വരുന്നത് ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് വരുന്നത് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഫ് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ കട്ട് വർക്കിലാണ് സാരി. ഫാബ്രിക് മാറിയിട്ടുണ്ട്. സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ലിനനും സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. പ്യുവർ ലിനനും സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ്. ഒരു സിൽവറിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും അപ്പർ ബോർഡർ ആയിട്ട് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഓഫ് വൈറ്റിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആ ഒരു കട്ട് വർക്കിലായിരിക്കും ലോവർ ബോർഡർ വരുന്ന സാരി. അതിലും ഒരു സ്വീക്വൻസ് വർക്കിൽ തന്നെയായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ഇതായിരിക്കും ബോഡിയിൽ ആ ഒരു വൈറ്റ് സ്വീക്വൻസ് വർക്കിന്റെ പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. കട്ട് വർക്ക് ബോർഡർ വരുമ്പം ഇതായിരിക്കും 1 ലെയറിൽ ഈ ഒരു പാറ്റേണിലാണ് കട്ട് വർക്ക് വരുന്നത്. വീണ്ടും ആ സിൽവറിൽ തന്നെയുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. സിൽക്ക് ലിനൻ ഫാബ്രിക് ആണ്. ആ ഒരു സിൽവറിൽ തന്നെയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു. ബോഡിയിൽ ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്, സ്വീക്വൻസ് മോട്ടീവ്സ് വിത്ത് കട്ട് വർക്ക്. മുന്താണി ബ്ലൗസ്.